السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اللهم صل وسلم وبارك عليه. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, സുന്ദരമായ ആ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ് ഹിജ്റയുടെ വളരെ പ്രശസ്തമായ ഭാഗത്താണ് നമ്മളുള്ളത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രബോധനത്തിന്റെ പ്രാരംഭഘട്ടം മുതൽ വ്യത്യസ്തമായിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മക്കയിലെ ഖുറൈശികളിൽ നിന്നും മുശ്രിക്കീങ്ങളിൽ നിന്നും ഇതര വിഭാഗങ്ങളിൽ നിന്നും ഏൽക്കേണ്ടി വരികയും അവരോടെല്ലാം സഹിഷ്ണുതയോടുകൂടെ ഒരു പ്രയാസത്തിന് നിൽക്കാതെ പരമാവധി ജീവിക്കുകയും ആ മാതൃക തന്നെ പലരുടെയും പരിവർത്തനത്തിന് കാരണമാവുകയും ചെയ്യുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലപ്പോഴായി പ്രയാസപ്പെടുത്തിയിട്ടും പ്രതികാരത്തിന്റെ ഒരു വാക്കോ പ്രവർത്തനമോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കാണാതായപ്പോഴാണ് പലരും ഉറ്റാലോചിക്കുകയും കേവലമായിരിക്കുന്ന ആശയങ്ങളല്ല, ഏതെങ്കിലും ഒരു ആദർശത്തിന്റെ ആളല്ല, മറിച്ച് ഈ പറയുന്നതും പഠിപ്പിക്കുന്നതും വ്യക്തമായ ചില നിർദ്ദേശങ്ങളാണെന്ന ബോധത്തിന്റെയും ബോധ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് മഹാന്മാരായ സ്വഹാബത്തിൽ പലരും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അതേസമയം ഇസ്ലാമിലേക്ക് കടന്നു വരലോടുകൂടെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരികയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹിജ്റയുടെ ഭാഗം തുടരാം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളും അവിടുത്തെ കൂടെ അവിടുത്തെ അടിമയാകുന്ന ഒരു സ്വഹാബിയും അവരങ്ങിനെ മദീനായുടെ ചാരത്തേക്ക് അടുത്തെത്തി നിൽക്കുമ്പോഴാണ് മദീനായുടെ പുറത്തുള്ള ഖുബായിലെത്തുകയും അവിടെ ബനു അംർ ഇബ്നു ഔഫ് എന്ന ഗോത്രക്കാരനായ ബഹുമാനപ്പെട്ട കുൽസൂം ഇബ്നു ഹിദ്ം എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ താമസിക്കുകയും അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ്
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിച്ച ആ മസ്ജിദിന് ഇന്നും മസ്ജിദ് ഖുബ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നീട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തോടുകൂടെ ഖുബായിൽ വെച്ച് മഹാനരായ അലി റളിയല്ലാഹു അൻഹുവും കൂടെ കൂടുകയാണ്. അവരുടെ യാത്ര തുടരുകയാണ്. 5-ാം ദിവസം വെള്ളിയാഴ്ച അവര് അവിടെ വെച്ച് യാത്ര തിരിക്കുകയും വഴിമധ്യേ ബനൂ സാലിം ഗോത്രക്കാരുടെ സ്ഥലത്ത് വെച്ച് ആദ്യ ജുമുഅ നടത്തുകയും പിന്നീട് ആ സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിക്കപ്പെടുകയും ആ പള്ളിയാണ് മസ്ജിദുൽ ജുമുഅ എന്ന പേരിൽ അറിയപ്പെട്ട പ്രസ്തുത പള്ളി എന്ന് കാണാം. ഏതായാലും തുടർന്നുള്ള യാത്രയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയുടെ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് എത്തുകയാണ്. മദീന നിവാസികളാകുന്ന അൻസ്വാറുകൾ അവർ തന്നെ പറയുന്നുണ്ട്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിഷയം അറിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ ആ മുത്തുനബിയെ കാത്തു നിൽക്കുകയും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് ആ വരവനിക്ക് സ്വാഗതം നൽകാൻ മദീനയുടെ പുറം പ്രദേശങ്ങളിലേക്ക് എല്ലാ ദിവസവും സുബഹി നിസ്കാര ശേഷം മദീനയുടെ പുറത്തുള്ള ഹെറ എന്ന പ്രദേശത്ത്, ഒഴിഞ്ഞ പ്രദേശത്ത് ഞങ്ങൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തിരിക്കും. പക്ഷേ സമയം നട്ടുച്ചയായി കഴിയുമ്പോ തണൽ കൊള്ളാൻ പറ്റിയ ഒരു സ്ഥലമോ മരമോ കാര്യങ്ങളോ അവിടെ ഞങ്ങൾക്ക് ലഭിക്കാതിരിക്കുമ്പോ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്വഭവനങ്ങളിലേക്കും ഞങ്ങളുടെ ഔത്തിലേക്കൊക്കെ മടങ്ങിപ്പോകാറാണ് പതിവുണ്ടായിരുന്നത്. അങ്ങനെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന ദിവസം അതൊരു ചൂട് സമയമാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ നട്ടുച്ച സമയമാകുമ്പോൾ അവിടെ നിൽക്കാൻ പ്രയാസമായിട്ട് ഔത്തിലേക്ക് തിരിച്ചു പോകുന്നത് എന്നു കാണാം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന ദിവസം സാധാരണ കാത്തിരിക്കുന്നത് പോലെ ഞങ്ങൾ കാത്തിരിക്കുകയും ഉച്ച സമയമായപ്പോൾ ഞങ്ങളെല്ലാം വീടുകളിലേക്ക് ഞങ്ങളുടെ ഔത്തൗത്തിലേക്ക് മടങ്ങി. ആ സമയത്താണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്. അവിടുന്ന് ഇങ്ങനെ വരുന്ന പ്രദേശം തനിയത്തുൽ വദാ എന്ന് പറയുന്ന പ്രദേശത്തിലൂടെയാണ്. തനിയത്ത് എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന യാത്രക്കാര് അവസാനമായിട്ട് യാത്ര ചെല്ലുന്ന വിദാഇന്റെ അല്ലെങ്കിൽ യാത്രാ മൊഴി ചെല്ലുന്ന ഒരു ചെറിയ കുന്നാണ്. അതുകൊണ്ടാണ് തനിയത്തുൽ വദാ എന്ന പേര് തന്നെ ആ സ്ഥലത്തിനുള്ളത്. അതിലൂടെയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളിലേക്ക് കടന്നു വരുന്നത്. ആ കടന്നു വരുന്നത് കണ്ടപ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യമായി കണ്ടതൊരു ജൂതനാണ്. ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കുന്നതും ഞങ്ങളിങ്ങനെ നിൽക്കുന്ന വിഷയൊക്കെ അയാൾക്കറിയാം. അയാൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് കണ്ടപ്പോ യാ ബനീ ഖൈലത ഹാദാ ജിദ്ദുകും ഖദ് ജാഅ, അയാളെ വിളിച്ചു പറയാണ്, എന്താ ഓ ബനീ ഖൈല, ഇതാ നിങ്ങളുടെ സൗഭാഗ്യം വന്നെത്തിയിരിക്കുന്നു എന്ന് വിളിച്ചു പറയുകയും അൻസ്വാറുകളുടെ പിതാമഹന്റെ പേരാണ് ഖൈല എന്ന് പറയുന്നത്. ആ പേരിൽ അവരെ വിളിച്ചു പറയുമ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങളെല്ലാം പുറപ്പെടുകയും അവിടുന്നതാ ഒരു ഈത്തപ്പന മരത്തിനു താഴെ തണൽ കൊണ്ടു നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട അൻസ്വാറുകളിൽപ്പെട്ട സ്വഹാബത്ത് പറയാണ്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മുത്തുനബിയുടെ അതേ പ്രായമുള്ള ഒരാളുമുണ്ട്. പക്ഷേ അത് സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. ഇതിൽ ഞങ്ങൾ അധിക ആളുകൾക്ക് മുത്തുനബിയെ കണ്ട് പരിചയമില്ല. പക്ഷേ ഈ രണ്ടാളുകളെ കണ്ടപ്പോ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു സംശയമായി, ഇതിലാരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അതറിഞ്ഞിട്ടാകണം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് തന്റെ തട്ടം കൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു തണൽ നൽകുകയാണ്. അത് കണ്ടപ്പോ
ഹബീബായ തങ്ങളെ ഞങ്ങൾക്ക് തിരിച്ചറിയുകയാ. അങ്ങനെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനായുടെ ആ സുന്ദരമായ മദീനയിലേക്ക് കടന്നു വരുന്ന ആ സ്ഥലത്തേക്ക് എത്തിയപ്പോഴാണ് അവിടെയുള്ള സ്ത്രീകളും കുട്ടികളും എല്ലാം ഇങ്ങനെ സന്തോഷത്തോടുകൂടെ പാടുന്നത്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വാഗതം അരുളുന്നത്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സാനിയാതിൽ വദാഇ വജബ ശുക്രു അലൈനാ മാദാ ലില്ലാഹി ദാഇ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ആ പൂർണ്ണ ചന്ദ്രനെ പോലുള്ള മുത്തുനബി ഞങ്ങളിലേക്ക് ഇതാ സനിയത്തുൽ വദാഇലൂടെ അതാ ഉദയം ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല, അവിടുന്ന് അല്ലാഹുവിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്ന കാലമത്രയും അവിടുത്തെ മേലിലുള്ള ശുക്ർ ഞങ്ങൾക്ക് നിർബന്ധമായിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ആ സുന്ദരമായ ഈരടികൾ പാടിയിട്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് സ്വാഗതം ചെയ്യുകയാ. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്ന ദിവസം, ലമ്മാ കാനൽ യൗമുൽ ലദീ ദഖല ഫീഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത അല്ലാ മിൻഹാ കുല്ലു ഷൈഇൻ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മദീനയിലേക്ക് കടന്നു വന്നപ്പോ ആ മദീനയിലെ സർവ്വ വസ്തുക്കളും പ്രകാശിക്കുകയാ. എന്തൊരു സുന്ദരമായ ദിവസമാ! ഹബീബായ തങ്ങളല്ലേ മദീനയിലേക്ക് വരുന്നത്. നോക്കൂ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഇങ്ങനെ വരുമ്പോ അവിടുത്തെ ഖസ്വ എന്ന് പറയുന്ന ഒട്ടകപ്പുറത്താണ് മദീനയിലേക്ക് എത്തിയപ്പോ അവിടെയുള്ള അൻസ്വാറുകളാകുന്ന സ്വഹാബത്തിനെല്ലാം വലിയ ആഗ്രഹമുണ്ട്. എന്താ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഔത്തില് അവരവരുടെ വീട്ടിലൊന്ന് താമസിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്തൊരു ഭാഗ്യമാ, എന്തൊരു സൗഭാഗ്യമാ. ആ ആഗ്രഹത്തോടുകൂടെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ പിടിച്ചവരുണ്ട്, ആ ഒട്ടകത്തിനെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചവരുണ്ട്. പക്ഷേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, അതിനെ നിങ്ങൾ അഴിച്ചുവിടുക, നിങ്ങളൊന്നും ചെയ്യണ്ട. ഈ ഒട്ടകം എവിടെ പോയി അത് മുട്ടുകുത്തി നിൽക്കുന്നോ അവിടെ അതാ ഞാൻ ഇറങ്ങുന്നതാ. അങ്ങനെയാണ് ആ ഒട്ടകം ഇങ്ങനെ പോയിട്ട് ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുന്നിലെത്തുകയും അവിടെ അതാ ഒട്ടകം മുട്ടുകുത്തിയപ്പോ സുബ്ഹാന റബ്ബി, ബഹുമാനപ്പെട്ട ജുബാർ ഇബ്നു സഖർ എന്ന് പറയുന്ന സ്വഹാബി അവിടുത്തെ കാലുകൊണ്ട് ആ ഒട്ടകത്തൊന്ന് ഇങ്ങനെ ഇളക്കി. എന്തിന്? അതൊന്ന് എഴുന്നേറ്റ് അപ്പുറത്തുള്ള അദ്ദേഹത്തിന്റെ ഔത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാകണം. ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി തങ്ങൾ ഇത് കണ്ടപ്പോ അവിടുന്ന് പറയുന്നുണ്ട്, എന്താ പറയുന്നത്? യാ ജുബാർ അൻ മൻസിലതി തൻഖസുഹാ അമാ വല്ലദി ബഅസഹു ബിൽ ഹഖ് ലൗലൽ ഇസ്ലാം ലളറബ്തുക ബിസ്സൈഫി. ഓ ജുബാറെ, നിങ്ങളെന്താ ചെയ്യുന്നത്? എന്റെ വീട്ടിൽ നിന്ന് ഒട്ടകത്തെ നിങ്ങൾ ഇങ്ങനെ തെളിക്കുകയാണോ? നിങ്ങൾ അറിയണം, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യസന്ദേശവുമായി അയച്ച അല്ലാഹു സത്യം. ഇസ്ലാമില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ വാളുകൊണ്ട് വെട്ടുമായിരുന്നു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞതാണ്. ആ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഹബീബായ തങ്ങൾ അവിടുത്തെ വീട്ടിലേക്ക് വരുമ്പോ ആ വലിയ സന്തോഷത്തിന്റെ സമയം അവിടുന്ന് അപ്പുറത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇഷ്ക് കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ജുബാർ എന്നവർ ചെയ്തതെങ്കിലും അബൂ അയ്യൂബ് അൻസാരി തങ്ങൾ അവിടുന്ന് പറഞ്ഞൊരു വാക്ക്, എന്തുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വലിക്കാൻ നിങ്ങൾ നോക്കണ്ട എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി തങ്ങളുടെ വീടിന്റെ മുന്നിൽ മുട്ടുകുത്തിയപ്പോ സ്വഹാബത്തെല്ലാം
അവരവരുടെ വീട്ടിലേക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വരണം, അവിടെ താമസിക്കണം എന്നിങ്ങനെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി തങ്ങളുടെ ഭാര്യ ഉമ്മു അയ്യൂബ് അൻസാരി എന്നവര് ഇറങ്ങി വരികയും ഹബീബായ തങ്ങളുടെ യാത്രാ സാമഗ്രികൾ അവിടുത്തെ ഐറ്റംസ് എല്ലാം അങ്ങ് എടുത്തിട്ട് ഔത്തിലേക്ക് അങ്ങ് കൊണ്ടുപോവാണ്. സുബ്ഹാന റബ്ബി, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്നതാ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി തങ്ങളുടെ ഔത്തിൽ താമസിക്കാൻ നിൽക്കുകയാണ്. അവിടെ എങ്ങനെയാ താമസിക്കുന്നത്? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഔത്തിൽ താഴത്തെ നിലയിൽ താഴെ അവർ താമസമാക്കി. അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ വീട്ടിൽ താഴത്തെ നിലയിലും ഞാനും എന്റെ ഭാര്യ ഉമ്മു അയ്യൂബ് എന്നവരും മുകളിൽ താമസിക്കുകയാണ്. പക്ഷേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താഴ്ത്താക്കിയിട്ട് മുകളിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. ഹബീബായ തങ്ങൾ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. പക്ഷേ ഹബീബായ തങ്ങൾ സമ്മതിച്ചില്ല. കാരണം എന്താണ്? എനിക്കും എന്റെ ചുറ്റുഭാഗത്തുമുള്ളവർക്കും ഏറ്റവും സൗകര്യപ്രദം ഞാൻ താഴ്ത്തിക്കലാണ്. കാരണം ആരെങ്കിലും നോക്കാൻ വരികയാണെങ്കിൽ അവർക്ക് കാണാനും അവരുമായി സംസാരിക്കാനും അവരുമായി ചർച്ച നടത്താനും ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങൾക്കെല്ലാം സൗകര്യം കീഴെ താഴ്ത്താണ്. മുകളിലേക്ക് കയറിയാൽ അതൊരു പ്രയാസമായിട്ട് മാറും എന്ന് കണ്ടുകൊണ്ടാണ് ഹബീബായ തങ്ങൾ അവിടുന്ന് താഴെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അബൂ അയ്യൂബ് അൻസാരി തങ്ങൾക്ക് സാധിക്കുന്നില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്നതാ അവിടെ ഇങ്ങനെ താമസിക്കുമ്പോ ഒരു ദിവസം ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് തങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ അടുക്കുള്ള വെള്ളത്തിന്റെ പാത്രം സുബ്ഹാന റബ്ബി അതങ്ങ് വീണ് പൊട്ടിപ്പോയി. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അവിടുത്തെ ശരീരത്തിലേക്ക് അത് വീണ് ബുദ്ധിമുട്ടാകുമോ എന്ന് ഞാനും എന്റെ ഭാര്യയും ആകെ പേടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു പുതപ്പ് ആകെയുള്ള പുതപ്പാണ്. ആ പുതപ്പ് കൊണ്ട് അതങ്ങ് തുടച്ച് വൃത്തിയാക്കുകയാ. ഇതോടെ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി തങ്ങൾ വീണ്ടും ഹബീബായ തങ്ങളോട് പോയിട്ട് അപേക്ഷിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്, തങ്ങളെ അങ്ങ് മുകളിൽ താമസിക്കണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യം മനസ്സിലാക്കി. അവർക്കിനി ഒരു ബുദ്ധിമുട്ട് വേണ്ട, ബേജാറു വേണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് മുകളിലേക്ക് താമസം മാറ്റുകയാ. നോക്കൂ നിങ്ങൾ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്തിയിട്ട് ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി തങ്ങളുടെ ഔത്തിലേക്ക് ഇങ്ങനെ എത്തിയപ്പോൾ അയൽവാസികളാകുന്ന അപ്പുറത്തിപ്പുറത്തുള്ള അതാ ബനു നജ്ജാർ ഗോത്രത്തിലുള്ള ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി തങ്ങളുടെ ഗോത്രം ബനു നജ്ജാറാണ്. ആ ഗോത്രത്തിൽപ്പെട്ട ബാലികമാര് പെൺകിടാങ്ങള് അവരിങ്ങനെ വന്നുകൊണ്ട് സന്തോഷത്തോടെ ദപ്പിങ്ങനെ കൊട്ടിയിട്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ അയൽവാസിയായിട്ട് ഞങ്ങളുടെ നരകരയിലുണ്ട് എന്ന സന്തോഷത്തിന്റെ വാക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കെ അവരിങ്ങനെ പാടുകയാണ്. എന്താ പാടുന്നത്? നഹ്നു ജീവാറും മിൻ ബനിൻ നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദും മിൻ ജാരി. സന്തോഷത്തിന്റെ പാട്ടാണ്. എന്താ? ഞങ്ങൾ ബനു നജ്ജാർ ഗോത്രക്കാരായ ബാലികമാരാണ്. സ്തുതിക്കപ്പെട്ട അയൽവാസി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ എത്ര നന്നായിരിക്കുന്നു. അവരിങ്ങനെ സന്തോഷത്തോടുകൂടെ പാടുമ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടികളോട് ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അവര് പറയുന്നുണ്ട്, തങ്ങളെ അതെ ഞങ്ങള് ഹബീബായ തങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുന്ന വാക്ക് വഅന വല്ലാഹി ഉഹിബ്ബുകുന്നാ. അല്ലാഹു സത്യം, ഞാൻ നിങ്ങളെയും ഇഷ്ടപ്പെടുന്നു. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരികളെ, ഹബീബായ തങ്ങളോടുള്ള പിരിസ നഷ്ടാവൂല. അവിടുന്ന് പഠിപ്പാട്ടാണ്. അവിടുത്തോട് മഹബത്ത് വെച്ചാൽ, അവിടുത്തോട് ഇഷ്ടം വെച്ചാൽ ആ ഇഷ്ടത്തിനിക്ക് ഹബീബായ തങ്ങൾ തിരിച്ച് നമ്മളോട് ഇഷ്ടം വെക്കുമെന്ന് അവിടുന്ന് പഠിപ്പാട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ആ മഹബത്ത് കൽബിലിക്കണം. ആ മഹബത്തിന്റെ പ്രകടനങ്ങളാകണം നമ്മുടെ സംസാരം, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ നോട്ടം, നമ്മുടെ കേൾവി,
നബി നമ്മുടെ സകല വിഷയങ്ങളും ഹറാമിലേക്ക് പോകാതെ ഹലാലിൽ തന്നെ നിന്നുകൊണ്ട് സുന്നത്തുകളോട് കൂടുതൽ താല്പര്യം കാണിച്ച് വാജിബായ വിഷയങ്ങളോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ഹറാമിലേക്ക് ഒരു നിലക്കും പോകില്ല എന്ന തീരുമാനത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴേ ആ മഹബ്ബത്ത് അത് അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹു ഖബൂലാക്കട്ടെ. ഏതായാലും ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുന്ന് മദീനയിലേക്ക് എത്തുമ്പോ സുബ്ഹാന റബ്ബി, ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്രയാ അവർ സ്നേഹം കൊടുക്കുന്നത്. അഖ്ബാറുൽ മദീനയിലൊക്കെ കാണാം. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു വീട്ടിലെത്തിയ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായിട്ടൊരു ഹദിയ, ഒരു സമ്മാനം കൊടുത്തത് ഞാനാണ്. എന്താ? ഒരു പാത്രത്തിൽ റൊട്ടിയും നെയ്യും ചേർത്ത് പാലും ചേർത്തുണ്ടാക്കിയ ഒരു തരം പലഹാരവുമായി ഞാൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ട ചെന്നു. ഹബീബായ തങ്ങൾക്ക് അത് കൊടുത്തു. ആ സമയത്ത് ഹബീബായ തങ്ങളോട് ഞാൻ പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് അർസലത് ബിഹാദിഹിൽ ഖിസ്അത ഉമ്മി. ഹബീബായ തങ്ങളോട് പറയാണ്, ഹബീബായ തങ്ങളെ, ഇത് അങ്ങേക്ക് നൽകാൻ എന്റെ ഉമ്മ തന്നയച്ചതാ. ഹബീബായ തങ്ങളോട് ദുആ ചെയ്യാണ്, ബാറകല്ലാഹു ഫീഹാ. അങ്ങനെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്നതാ ശേഷം അവിടുത്തെ സ്വഹാബത്തിനെ വിളിക്കുകയും അതവർക്കെല്ലാം ഇങ്ങനെ വിതരണം ചെയ്തു കൊടുക്കുകയും ചെയ്യാ. അപ്പോഴേക്കും ആ സമയമായപ്പോ ഒരടിമ വരികയും അയാൾ ഇങ്ങനെ ഭക്ഷണത്തിന്റെ പാത്രവുമായിട്ടാണ് വന്നത്. ആ പാത്രം ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അവിടുന്ന് കൊടുത്തയച്ചതാണ്. അത് ഞാൻ വാതിൽക്കൽ അതിന്റെ മൂടി തുറന്നു നോക്കിയപ്പോ അതിലോ മാംസം ചേർത്ത് ഇറച്ചിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു തരം ഐറ്റാണ് ഉണ്ടായിരുന്നത്. അതും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുകയാ. ഈ രീതിയിൽ ഹബീബായ തങ്ങളെ സ്വീകരിക്കുന്നു, ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നു. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമ്മു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹയോട് ഒരാൾ വന്ന് കേൾക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? അയ്യുത്ത്വാമി അഹബ്ബു ഇലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ഭക്ഷണം, ഫുഡ് അതേതാ? ബഹുമാനപ്പെട്ട ഉമ്മു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. എന്താ അവിടുന്ന് പറയുന്നത്? അതാ അവിടുത്തോട് പറയുന്നത്, ചോദിക്കാനുള്ള കാരണം ഹബീബായ തങ്ങളുടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്ന ബഹുമാനപ്പെട്ട ഉമ്മു അയ്യൂബ് അൻസാരി തങ്ങളുടെ വീട്ടിലല്ലേ, ബീവിയുടെ വീട്ടിലല്ലേ താമസിക്കുന്നത്, അതുകൊണ്ട് അവിടുത്തെ ഇഷ്ടങ്ങളൊക്കെ അറിയാലോ എന്ന് വിചാരിച്ച് ചോദിച്ചതാണ്. ആ സമയത്ത് പറയാണ്, മാ റഅയ്തുഹു അമറ ബിതആമിൻ ഫസുനിഅ ലഹു ബിഐനിഹി. അതാ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഭക്ഷണത്തെ കുറിച്ച് അവിടുന്ന് പറയുന്നതോ താല്പര്യം പ്രകടിപ്പിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. വലാ റഅയ്നാഹു ഉതിയ ബിതആമിൻ ഫആബഹു. ഞാൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏത് ഭക്ഷണം കൊടുത്താലും അതിനെക്കുറിച്ചൊരു കുറവ്, ഒരു കുറ്റം അവിടുന്ന് പറയാറില്ല. എന്ത് കിട്ടിയാലും അവിടുന്ന് അതിനെ കഴിക്കുന്നതാ. ഈ രീതിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹദിയായ ഉമ്മു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇരിയോ ഇവരുടെ ഔട്ടിൽ താമസിക്കുന്ന കാലം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി തങ്ങൾ പറയാണ്, ഞങ്ങളിങ്ങനെ മുത്തുനബിക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി നൽകും. അതിനെ കൊടുത്തിട്ടോ അവിടുന്ന് കഴിച്ചതിൽ ബാക്കിയുള്ള ഭക്ഷണം, ആ ഭക്ഷണം കിട്ടിയാൽ അതേ പാത്രത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ വെച്ച അതേ ഭാഗത്ത് ഞാനും എന്റെ ഭാര്യയും ആ ഭാഗം കണ്ടെത്തുകയും അവിടെ നിന്ന് തന്നെ ബറക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ തിന്നതിന്റെ ബാക്കി, അവിടുന്ന് കഴിച്ചതിന്റെ ബാക്കി ബറക്കത്തിന് വേണ്ടിയിട്ട് എന്തൊരു ഭാഗ്യമാ, എന്തൊരു സൗഭാഗ്യമാ. അല്ലാഹുവേ, ആ മഹാന്മാരാകുന്ന സ്വഹാബത്ത് ഹബീബായ തങ്ങളെ പരിഗണിച്ച രൂപം കേൾക്കുമ്പോൾ വല്ലാതെ ആഗ്രഹമുണ്ട്. പക്ഷേ അവിടുത്തെ ഉമ്മത്തിലെങ്കിലും പെടാൻ ഞങ്ങൾക്ക് പറ്റി. റഹ്മാനെ, അവിടുന്ന് സ്വീകരിക്കുന്ന നല്ലവരിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തണേ അല്ലാ.
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മദീനയിൽ താമസിക്കുകയാണ്. സന്തോഷത്തിന്റെ നാളുകളാണ്. പക്ഷേ ഏറെ സന്തോഷം മുന്നോട്ട് പോയില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരികയാണ്. ബദർ യുദ്ധത്തിലേക്ക് കളമൊരുങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം ബദർ യുദ്ധത്തെ കുറിച്ച് പറയാം. അതിലേക്കുള്ള സാഹചര്യങ്ങളും വിഷയങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് ക്ലാസ്സുകൾ തുടരാം. ഇന്ന് വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയതും മദീന നിവാസികൾ മുത്തുനബിയെ വലിക്കാക്കിയതും അതോടൊപ്പം തന്നെ ഹബീബായ മുത്തുനബിയെ ഔത്തൗത്തിലേക്ക് കിട്ടാൻ സ്വഹാബത്ത് ആഗ്രഹിച്ചതും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്ന ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ വീട്ടിൽ മഹദിയായ ഉമ്മു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹ വിരുന്നൊരുക്കിയതും അവിടുന്ന് കണ്ട അത്ഭുതങ്ങളും സന്തോഷത്തിന്റെ വിഷയങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അവിടുത്തെ മഹബത്ത് വെക്കുകയും ആ മഹബത്തിന് അവിടുത്തേക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന നല്ലവരെ നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. മഹാന്മാരാകുന്ന സ്വഹാബത്ത് സഹിച്ച ത്യാഗങ്ങൾ റഹ്മാനായ റബ്ബേ, അതൊക്കെ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ ബേജാറാണ്. അവര് പോകുന്ന സ്വർഗം അതേ സ്വർഗം തന്നെയല്ലേ റബ്ബേ ഞങ്ങൾക്കുമുള്ളത്. ഞങ്ങൾക്ക് ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. മഹാന്മാരെ കൊണ്ട് ഞങ്ങൾക്ക് നീ വഴി കാണിച്ചു തരണേ അല്ലാഹ്. രോഗങ്ങളുള്ളവർ, പ്രയാസങ്ങളുള്ളവർ, ബേജാറുകൾ ഉള്ളവർ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസമൊക്കെ മജ്‌ലിസുകൾക്ക് പോയപ്പോൾ അവിടെയുള്ള ആളുകൾ പല വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അല്ലാഹ് അവർക്കെല്ലാം നീ ശിഫ നൽകണേ അല്ലാഹ്. ബേജാറ് ബുദ്ധിമുട്ടായിട്ട് ഹോസ്പിറ്റലുകളിൽ ഉള്ളവരുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ കൂടി ശിഫ നൽകണേ അല്ലാഹ്. ബേജാറ് ബുദ്ധിമുട്ടെല്ലാം നീക്കി കൊടുക്കണേ അല്ലാഹ്. കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈമാനി കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. ഇല്ലാത്ത വേണ്ടാത്ത ദുഷിച്ച ചിന്തകൾ കൊണ്ട് ഖൽബ് അത് ബടക്കായി പോവുകയും ബിദ്അത്തിലേക്ക് കുഫ്രിയത്തിലേക്ക് പോകുന്ന ചിന്തകളെ തൊട്ട് സംസാരങ്ങളെ തൊട്ട് പ്രവർത്തനങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാം നീ കാത്തിരക്ഷിക്കുകയും ചെയ്യണേ അല്ലാഹ്. നീ അല്ലാതെ ഞങ്ങൾക്ക് കാവൽ നൽകാൻ വേറെ ഒരാളുമില്ല. റഹ്മാനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബന ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. إن شاء الله باقي വിഷയങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.